ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അടനെ കുറിച്ചാണ് കേട്ടോ. അരിപ്പൊടി ഉപയോഗിച്ചിട്ട് അട ഉണ്ടാക്കണം. ശർക്കരയും തേങ്ങയൊക്കെ ഇട്ടിട്ട് അട ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കണ ഇലയാണിത്. പൊടിയണ്ണിൻ്റെ ഇല എന്ന് പറയും. വാഴയിലയിലും പൊടിയണ്ണിൻ്റെ ഇലയിലും അതുപോലെ തന്നെ വയനയിലും ഒക്കെ ഉണ്ടാക്കുമല്ലോ അട. അപ്പോൾ ഇത് പൊടിയണ്ണിൻ്റെ ഇല. അപ്പോൾ ഇത് പരിചയമില്ലാത്തടത്ത് ഇന്നത്തെ കാലത്തെ കുട്ടികൾക്കൊന്നും ഇത് അത്ര അറിഞ്ഞോളണമെന്നില്ല. അതിൻ്റെ പശയൊക്കെ നമ്മൾ പണ്ട് ലെറ്റർ ഒട്ടിക്കാനും അതുപോലെ തന്നെ പേജൊക്കെ പുസ്തകത്തിൻ്റെ പേജുകളൊക്കെ പോന്നിട്ടുണ്ടെങ്കിലൊക്കെ ഒട്ടിക്കാനായിട്ട് ഈ ഒരു പശ എടുക്കാറുണ്ട്. ഇന്നും ഇതൊക്കെ ഉപയോഗിക്കാം. ഇന്നിപ്പോൾ ഗ്ലൂ ഒക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതുകൊണ്ട് ഇതിനൊന്നും ആരും പോകില്ല എന്നുള്ളൂ. നല്ല ശക്തിയുള്ള പശ തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ ഇത് പരിചയമില്ലാത്തവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മളെ വീഡിയോ കണ്ടിട്ട് പരിചയമുള്ളവരും അനുഭവങ്ങളൊക്കെ ഒന്ന് എഴുതണം കേട്ടോ. അപ്പോൾ ഇതുണ്ടല്ലേ, നല്ല ശക്തിയായിട്ടുള്ള പശ തന്നെയാണ്. ഒന്ന് ലേശം ഒന്ന് ഉണങ്ങണമെന്നേ ഉള്ളൂ. ഇപ്പോൾ പൊടിയണത്തിൻ്റെ മരമൊക്കെ നല്ല വലുതായിട്ട് വരും. വലിയ മരം പല ഫർണിച്ചറുകളൊക്കെ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കും. അത്ര ഒരു ശക്തിയുള്ളൊരു മരമൊന്നും അല്ല കേട്ടോ. കാതലൊന്നും വല്ലാതൊന്നും ഉണ്ടാവില്ല. പിന്നെ വാഴയില എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ അട ഉണ്ടാക്കാനായിട്ട് അടയാണല്ലോ നമ്മളെ വിഷയം. വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. 2 കപ്പ് 250 ml കപ്പ് തന്നെ ആയിരിക്കും ഇത്. ലേശം പൊടിയൊക്കെ എടുത്തിട്ടൊന്ന് വാട്ടിയെടുക്കണം. പത്തിരിക്ക് വാട്ടുന്ന പോലെയാണ് കേട്ടോ ഇത് വാട്ടിയെടുക്കുന്നത്. അപ്പോൾ അടക്ക നമ്മൾ നൈസായിട്ടൊക്കെ എന്താ പറയുക, ചുടുവെള്ളം ഒഴിച്ചിട്ടും ഒക്കെ എടുക്കാമല്ലോ. അപ്പോൾ നമ്മളിത് നന്നായിട്ട് വാട്ടിയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. വെന്തിയിലൊന്നും തോന്നുന്നുണ്ടല്ലോ. അപ്പോൾ പല രീതിയിലും അട ഉണ്ടാക്കുന്ന വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ അത് ഇതിലിട്ടിട്ടാണ് ഞാനതൊന്ന് കുഴച്ചെടുക്കുന്നത്. കൈ വെച്ചിട്ട് കുഴച്ചാലും നന്നായിട്ട് കുഴയുമല്ലോ, അരിപ്പൊടിയല്ലേ, കുഴപ്പമൊന്നുമില്ല. നമ്മൾക്ക് ഇതിലാണ് ഇട്ടപ്പോൾ കുഴക്കണത്. പിന്നെ അതുപോലെ തന്നെ പൊടി വാട്ടുന്ന സമയത്ത് നമ്മൾ ഓയിലോ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് കൊടുക്കുമല്ലോ. അതൊന്നും ഇതിൽ ഒഴിച്ചിട്ടില്ല കേട്ടോ. ഒന്നും ഒഴിക്കാതെയാണ് ഇത് ഉണ്ടാക്കുന്നത്. കാരണം പൊടി ഇട്ടിട്ടാണ് നമ്മൾ സാധാരണ പത്തിരി പരത്തുന്ന പോലെ തന്നെയാണ് ഇത് പരത്തിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ വെന്തില്ല എന്നുള്ള ഒരു സംശയമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കൊടുക്കാനും പറ്റും. അതുപോലെ എന്താ പറയുക, ആവി കയറ്റിയെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ആവി കയറ്റിയെടുക്കുന്ന സമയത്ത് എന്തായാലും വേവുമല്ലോ. അപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഞാനിതിൽ. കുറച്ച് മാവായതുകൊണ്ട് പിന്നെ ഒരു തവണയും കൂടി ഒന്ന് തിരിച്ചിട്ടിട്ടൊന്നുകൂടി ഓണാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നന്നായിട്ട് കുഴഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും ഈ ഒരു വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് കുഴച്ച് കൊടുക്കാം. ആ ഒരു പാത്രത്തിൽ തന്നെയായിരുന്നു ഈ വെള്ളം ഒഴിച്ചിട്ട് എല്ലാം ക്ലിയറാക്കി എടുത്തതായിരുന്നു കേട്ടോ. അത് ഓഫാക്കിയിട്ടുണ്ട്. നമുക്ക് ഓരോരോ ഉരുളകളാക്കിയിട്ട് സാധാരണ പത്തിരി പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുക്കാം. പിന്നെന്താ, ശർക്കരയും തേങ്ങയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ശർക്കരയും തേങ്ങയൊക്കെ ഒരു തേങ്ങയാണ് നമ്മൾ എടുക്കുന്നത്. കണ്ടില്ലേ, നന്നായിട്ട് കുഴഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി പിന്നെ ഇലയ്ക്കൊന്ന് റെഡിയാക്കി എടുക്കാം ആദ്യം. അപ്പോൾ സ്ക്വയറിലുള്ള കുറച്ച് വാഴയില നമുക്ക് വെട്ടിയെടുക്കാം. കുറേ അധികമൊന്നുമില്ല കേട്ടോ, കുറച്ച് മാത്രം, നമ്മൾ ആവശ്യത്തിന് മാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ തലേ ദിവസം എടുത്തു വെച്ച ഒരു ഇലയാണെങ്കിൽ നന്നായിട്ട് പട്ടുപോലെ മിനുസുണ്ടാവട്ടെ ഇതിന്. എന്താ പറയുക, അപ്പം തന്നെ എടുത്തതാണെങ്കിലും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ആ ഒരു തുണി പോലെ ആയതൊന്ന് കാണിച്ചത്രേ ഉള്ളൂ. അപ്പോൾ ഇതിനൊക്കെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് തുടച്ചെടുക്കുക. വാഴയിലൊന്ന് വാട്ടിയെടുക്കുക. നമുക്ക് വെള്ളം തിളച്ചിട്ടുണ്ട്. ഇത് തിളച്ച വെള്ളമില്ല കേട്ടോ, അത് സാധാ വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുകയാണേ. വാഴയിലതാ ഒന്ന് വാട്ടിയെടുക്കുകയാണ്. പിന്നെ നന്നായിട്ടൊന്ന് തോർത്തി വൃത്തിയാക്കിയൊക്കെ എടുക്കുക. അപ്പോൾ ഈ സ്ക്വയറിൽ ഉള്ളത് വാഴയില നമുക്ക് ഇതിലും മാവ് വെച്ചിട്ടൊക്കെ നമ്മൾ കൈ കൊണ്ട് പരത്തിയിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ അല്ലേ. പിന്നെ കുറച്ച് ഈളെടുത്തിട്ടുണ്ട് ഇതിനൊന്ന് കുത്തി കൊടുക്കാനായിട്ട്. നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക. തേങ്ങയും ശർക്കരയും യോജിപ്പിക്കാനായിട്ട് ഇതാ ശർക്കര ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൽക്ക് ആവശ്യമായിട്ട് മധുരത്തിന് കുറച്ച് ശർക്കര, നല്ല ശർക്കരയാണ്. ഇങ്ങനെ എന്താ പറയുക, അരിച്ചെടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല, അതുകൊണ്ട് ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്തെടുത്താണ് കേട്ടോ. അല്ലെങ്കിൽ കരടൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് ഒരു കുഞ്ഞിക്കൈ അതിൻ്റെ അടി കൂടി വന്നിട്ടാണ്. പിന്നെ ഇതാ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഇതിനെ പരത്തിയെടുക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു സൈസിൽ ഒരു പലകയിൽ കുറച്ച് പൊടിയൊക്കെ ഇട്ടിട്ട് പരത്തിയെടുത്തതാണ്. ഈ ഇത്രയും ഒരു കനത്തിലാണ് കേട്ടോ. നന്നായിട്ട് വാട്ടിയതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും മുറിഞ്ഞൊന്നും പോകില്ല. അതുകൊണ്ട് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാം. ഇവനിപ്പോൾ അട ഉണ്ടാക്കുകയാണ്. അട ഉണ്ടാക്കാൻ അറിയാത്തവരൊന്നും ആരും ഉണ്ടാവില്ല. എന്നാലും ഈ അട ഉണ്ടാക്കിയപ്പോൾ ഞാനൊന്ന് വീഡിയോ ചെയ്ത് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ പറയുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.
അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ കാര്യങ്ങൾ. ഇത് കണ്ടില്ലേ, ഇതിന് ഇലയൊന്നും ഇല്ലെങ്കിൽ തന്നെ ഇത് വേവിച്ചെടുക്കുക. പക്ഷേ പാത്രത്തിലൊക്കെ ഒട്ടി പിടിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എരിവുള്ള കൂട്ടിട്ടാലും നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ നല്ല എന്താ പറയുക, പൊട്ടാതെ തന്നെ എല്ലാ അടകളും കിട്ടിയിട്ടുണ്ട്. തിളച്ച വെള്ളത്തിൻ്റെ മുകളിലൊരു നെറ്റിൻ്റെ ഒരു പാത്രമൊക്കെ വെച്ചിട്ടുണ്ട്. രണ്ടോ 3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് സെക്കൻഡ് ട്രിപ്പാണ് കേട്ടോ. ആദ്യത്തെ ട്രിപ്പ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അടൻ്റെ പണിയൊക്കെ ഇവിടെ തീർന്നു. ഇനിയിപ്പം തുറന്ന് നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ഇതിൽ എരിവുള്ള കൂട്ട് വെച്ചാലും നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുമല്ലോ നമുക്ക്. അപ്പോൾ ഈ ശർക്കര അട എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഒന്ന് പൊട്ടിച്ച് നോക്കാം നമുക്ക്. ഇത് നന്നായിട്ട് വാട്ടിയില്ലെങ്കിലും നന്നാവുകയൊക്കെ ചെയ്യും. പക്ഷേ അത് ഒരേ കനത്തിലൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് കഴിയും ഇങ്ങനെ ആകുമ്പോൾ. അപ്പോൾ വാഴയിലിട്ടും കൂടി നമ്മളൊന്ന് എടുത്ത് നോക്കാം. അത് കുറച്ചൊക്കെ ഒന്ന് ലീക്കായി വന്നിട്ടുണ്ട്. ഓ, എത്തിയോ? അപ്പോൾ അടൻ്റെ വിശേഷങ്ങളൊക്കെ ഇവിടെ തീർന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ? കണ്ടെല്ലാവർക്കും നന്ദി. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.